എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഗായു ഗോ. സോ ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. എൻ്റെ ഇത്രയും നാൾ ഞാൻ പടം വരച്ചതും പെയിൻറ്റ് ചെയ്ത് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ച് അത് നിങ്ങളെ കാണിക്കുന്ന വീഡിയോ ആണ്. ഈ കാണിക്കുന്ന ബുക്ക് കണ്ടില്ലേ, ഇതിലൊക്കെയാണ് ഞാൻ ആദ്യ കാലത്ത് പടം വരച്ച് തുടങ്ങിയതൊക്കെ. സ്റ്റിൽ ഇപ്പോഴും ഇതെൻ്റെ കൂടെ ഉണ്ട്. ഓൾമോസ്റ്റ് 5 to 6 years ആയി. ഇതൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കോവിഡ് ടൈമിൽ ക്യാഷ് സേവ് ചെയ്ത് അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിയതാണ്. പക്ഷേ ഈ കാണുന്ന ബുക്കില്ലേ, ഇതും ഈ പെൻസിൽ സെറ്റും എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതാണ് എൻ്റെ കയ്യിൽ ഏറ്റവും പുതിയതായിട്ടിരിക്കുന്ന കാര്യം. ബാക്കിയൊക്കെ പഴയതാണ്. അതുപോലെ കോവിഡ് ടൈം ആയപ്പോൾ വരയ്ക്കുന്നതിൻ്റെ ക്രേസ് കൂടി. ചുമ്മാ ഇരിക്കുകയല്ലേ. അന്നങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയപ്പോഴാണ് HP പെൻസിലല്ല ഗ്രാഫൈറ്റ് പെൻസിലും ചാർക്കോൾ പെൻസിലൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി വരും എന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, അതുപോലെ എൻഡിങ് എങ്ങനെയാണ്, എൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ്. എനിക്ക് ഒരു പീരീഡിലുണ്ടാകുന്ന ഒരു ക്രേസാണ് ഈ വരയ്ക്കുന്നതും പെയിൻ്റ് അടിക്കുന്നതൊക്കെ. പക്ഷേ ഇത് എനിക്ക് ലൈഫിൽ എനിക്കൊരു ഹാബിറ്റായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. നിങ്ങളീ കാണുന്ന ഓരോ ഡ്രോയിങ്ങും കുറേയൊക്കെ സക്സസ് ആവും, കുറേയൊക്കെ ഫെയിലിയർ ആവും. പക്ഷേ ഇത് ഞാൻ വരച്ചതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 4-5 മിനിറ്റത്തെ വീഡിയോയിലൊരു 10-20 ഉള്ളൂ. പക്ഷെ ഞാൻ ഇഷ്ടം പോലെ വരച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് ഇടയ്ക്കൂടെ ഉണ്ടാകുന്ന ഒരു ആഗ്രഹം എന്നല്ല, ഒരു ബോറടി മാറ്റാനുള്ളതാണ് എനിക്ക് ഈ ഒരു ഹോബി. പക്ഷേ ഏറ്റവും സങ്കടമെന്ന് പറഞ്ഞാൽ നല്ലൊരു റെഫറൻസ് കിട്ടും വരയ്ക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ആഗ്രഹിച്ച് വരയ്ക്കാം, ഈ ഐഡിയയിൽ വരയ്ക്കാം എന്ന് ഉദ്ദേശിക്കുമായിരിക്കും കൈ വരയ്ക്കുന്നത്. ഗൈസ്, എനിക്ക് വരയ്ക്കാനുള്ള കഴിവ് കിട്ടിയത് എനിക്ക് അച്ഛന് അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. ഈ അപ്പൂപ്പൻ എൻ്റെ കസിൻസിനൊക്കെ ബയോളജിയുടെ റെക്കോർഡ് വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ അന്ന് ഞാനപ്പോൾ 4th or 3rd ആയിരുന്നു അത് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ അന്ന് അവർക്കൊക്കെ റെക്കോർഡ് വരച്ചു കൊടുത്ത എനിക്കൊരു ഓർമ്മയുണ്ട്. പക്ഷേ അച്ഛനൊന്നും ഞാൻ അങ്ങനെ എപ്പോഴും വരച്ചിരിക്കുന്നത് അത്ര ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഇത് 1-2 മണിക്കൂറിൻ്റെ അല്ലല്ലോ. ചിലപ്പോൾ 1-2 മണിക്കൂർ എടുത്ത് വരയ്ക്കുന്നത് ഒരു എൻഡിങ്ങിൽ ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നുമില്ലല്ലോ. സോ പഠിക്കേണ്ട ടൈം ചുമ്മാ പടം വരച്ച് നടക്കുന്നതിന് എനിക്ക് നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട്. അത് അച്ഛൻ്റെ കുഴപ്പം കൊണ്ടല്ല, എനിക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ലല്ലോ. ഇടയ്ക്ക് പടം വരയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് പാട്ട് പാടുവാണെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ എൻ്റെ ഹോബി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് തന്നെ അത് ഒരു വിഷമമുള്ള ഒരു കാര്യമല്ലേ. ഞാൻ കോവിഡ് ടൈമിലാണ് കൂടുതൽ പടം വരയ്ക്കാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്തത്. ബിക്കോസ് +2 കഴിഞ്ഞിട്ടായിരുന്നു കോവിഡ്. അപ്പോൾ കോളേജിലോട്ടുള്ള അഡ്മിഷനൊക്കെ ലേറ്റായി. സോ 5-6 മാസം ചുമ്മാ വീട്ടിൽ ഇരുന്നല്ലേ. അപ്പോൾ നല്ല ടൈം കിട്ടി. അതുപോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാര്യം. പക്ഷെ പടം വരയ്ക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിയെന്ന് ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോളേജിൽ പോകുമ്പോൾ എനിക്ക് ആവശ്യത്തിനൊക്കെ ടൈം കിട്ടും പടം വരയ്ക്കാൻ. അപ്പോൾ ആ തിങ്കിങ്ങിൽ ഞാൻ കരുതി ഒരു ഇൻസ്റ്റ പേജ് തുടങ്ങാമെന്ന്. സോ ഞാൻ എൻ്റെ ഓൾറെഡി ഉള്ള അക്കൗണ്ട് ആർട്ട് പേജ് ആക്കിയിട്ട് എൻ്റെ ഫോട്ടോസൊക്കെ ഇടാൻ വേറൊരു പേജ് തുടങ്ങി. അപ്പോൾ ഞാൻ അതിലിങ്ങനെ ചെറുതായിട്ട് പടം വരച്ച് ഓരോ പോസ്റ്റൊക്കെ ഇടാൻ തുടങ്ങി. പക്ഷേ ഒരു 5-6 പോസ്റ്റിൽ അത് നിന്നു. പിന്നെ എനിക്ക് പടം വരയ്ക്കാനൊന്നും തോന്നുന്നില്ല. ഓരോ പടം വരയ്ക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, എൻ്റെ പടം വരച്ചു തരുമോ. എനിക്കതിന് എന്ത് റെസ്പോൺസാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. എനിക്കങ്ങനെ വരച്ചു കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് എല്ലാ ഫോട്ടോസൊന്നും കാണുമ്പോൾ വരയ്ക്കാൻ തോന്നില്ല. ചില ഫോട്ടോസ് കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഉള്ളിൽ തന്നെ തോന്നും ഇതൊന്ന് വരച്ചാലോ എന്ന്. പക്ഷെ ചിലത് എത്ര ട്രൈ ചെയ്താലും വരയ്ക്കാൻ അതൊരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് റീസൺ. ഇപ്പോൾ ഒരാൾ പറഞ്ഞാൽ അല്ലേ പിന്നെ അത്രയും കഴിവ് വേണം. എനിക്കങ്ങനെയല്ലല്ലോ. ഞാൻ ചെറുതായിട്ട് മൂടുള്ളപ്പോൾ വരയ്ക്കുക, അങ്ങനെ പറയാം. സോ ഞാൻ അങ്ങനെ ആർക്കും വരച്ചു കൊടുക്കില്ല. അങ്ങനെ ആ പേജ് ഇപ്പോഴും ഉണ്ട്. ബട്ട് ഞാൻ എല്ലാ പോസ്റ്റും അർച്ചീവ് ചെയ്ത അക്കൗണ്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാഴ്ചയായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എക്സാം വരിക. ഈ മന്ത് 14th എക്സാം തുടങ്ങുക. എനിക്കറിയില്ല എത്ര ദിവസം ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു. എനിക്കിപ്പോൾ പഠിക്കാനേ പറ്റുന്നില്ല. ഞാൻ ഇതുവരെ ബുക്ക് തുറന്നിട്ടില്ല. ഇന്ന് തൊട്ട് പഠിക്കാൻ തുടങ്ങണം. പക്ഷേ സ്റ്റിൽ ഒരു 1-2 മണിക്കൂർ യൂട്യൂബിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഗൈസ്, ഇതൊരു 5 മിനിറ്റോളം ഉള്ള വീഡിയോ ആണ്. എനിക്കറിയില്ല എത്ര പേര് ഇത് ലാസ്റ്റ് വരെ കാണുമെന്ന്. ലാസ്റ്റ് വരെ എത്ര പേര് കാണുന്നുണ്ടോ അവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, എന്താ നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം എന്നെല്ലാം. സോ താങ്ക് യു.